എൽ ക്ലാസിക്കോ പൊതുവെ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ നടക്കുന്ന മത്സരങ്ങളെയാണ് അങ്ങനെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ഒട്ടുമിക്ക ലീഗുകളിലെയും മികച്ച ടീമുകൾ മുഖാമുഖം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മറ്റൊരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് നാളെ കളമൊരുങ്ങുകയാണ്. മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ്. 17 സീസണുകളാണ് IPL ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. ഈ 17 സീസണുകളിൽ 10 സീസണിലും ഈ രണ്ടു ടീമുകൾ മാത്രമാണ് വിജയിച്ചത്. ഇത് തന്നെ ധാരാളമാണ് ഈ ലീഗിലെ ഇവരുടെ ഇമ്പാക്ട് എത്രത്തോളമാണെന്നറിയാൻ. നാളെ മാർച്ച് 23 രാത്രി ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള IPL വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വലിയ വിജയങ്ങളുടെ കണക്കുകളൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ സീസൺ മുംബൈയെയും ചെന്നൈയും സംബന്ധിച്ചിടത്തോളം വളരെ മോശം സീസൺ ആയിരുന്നു. മുംബൈ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ചെന്നൈ ആകട്ടെ 5ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വരാനുള്ള സമയമാണ് ഇരു ടീമുകൾക്കും ഇത്. IPL ചരിത്രത്തിൽ 37 തവണയാണ് ചെന്നൈയും മുംബൈയും മുഖാമുഖം വന്നത്. ഇതിൽ 20ലും വിജയം മുംബൈയോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുംബൈക്ക് ഒരു ചെറിയ മേൽക്കൈ അവകാശപ്പെടാനുണ്ട്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാന ബോളറായ ജസ്പ്രീത് ബുംറ പരിക്കു കാരണം ആദ്യ മത്സരം കളിക്കാനുണ്ടാകില്ല. ആദ്യത്തെ 3 മത്സരങ്ങൾ വരെ ബുംറയ്ക്ക് നഷ്ടമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹർദിക് പാണ്ഡ്യയ്ക്കും ആദ്യ മത്സരം കളിക്കാനാവില്ല. കഴിഞ്ഞ സീസണിൽ ഓവർ റേറ്റ് കുറഞ്ഞതിന്റെ പേരിലാണ് ഹർദിക്കിന് ഒരു മത്സരത്തിന്റെ വിലക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ മുംബൈയെ നയിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സൂര്യകുമാർ യാദവിനാണ്. ബുംറയുടെ അസാന്നിധ്യത്തിൽ മുംബൈയുടെ പേസാക്രമണത്തെ നയിക്കുന്നത് ട്രെന്റ് ബോൾട്ട് ആയിരിക്കും. രാജസ്ഥാനിൽ നിന്നും ഇക്കുറി മുംബൈയിലേക്ക് എത്തിയ ട്രെന്റ് ബോൾട്ട് പവർ പ്ലേ ഓവറുകളിൽ മികച്ച ബോളിംഗ് പ്രകടനമാണ് നടത്താറുള്ളത്. 103 മത്സരങ്ങളിൽ നിന്ന് 62 വിക്കറ്റുകളാണ് പവർ പ്ലേയിൽ മാത്രം ബോൾട്ട് വീഴ്ത്തിയിട്ടുള്ളത്. ചെന്നൈയുടെ ഭാഗത്തേക്ക് വന്നാൽ അവരുടെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് 43-കാരനായ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ്. ധോണിയുടെ ഗ്രൗണ്ടിലെ സാന്നിധ്യം അവരുടെ ഓരോ താരങ്ങൾക്കും നൽകുന്ന ആവേശം അത്രത്തോളം വലുതാണ്. കാണികൾക്കും അങ്ങനെ തന്നെ. ചെന്നൈയുടെ തട്ടകമായ ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം നടക്കുന്നത് കൊണ്ട് അവർക്ക് അതിന്റെ മേൽക്കൈ ഉണ്ടാകും. ഈ മത്സരം ഇന്ത്യയിൽ ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കാണ്. സ്റ്റാർ സ്പോർട്സിന്റെ വ്യത്യസ്ത ചാനലുകളിലായി ഈ മത്സരം നിങ്ങൾക്ക് ടെലിവിഷനിൽ കാണാൻ കഴിയും. ജിയോ ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഈ മത്സരം കാണാം. ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. എന്നിരുന്നാലും ആരാധകരേവരും ഒരു തകർപ്പൻ IPL പോരാട്ടം കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. IPL വീറും വാശിയും തുറന്നു കാട്ടുന്ന ഒരു കിടിലൻ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.